നമസ്കാരം. 2-3 ദിവസക്കാലമായി കേരളത്തിൽ വലിയ ഒരു വിവാദം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത്. ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ്റെ ഭാഗത്തു നിന്നാണ് അത്തരത്തിൽ ഒരു വിവാദത്തിനാസ്പദമായ സംഭവം ഉണ്ടായത്. കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ രോഗികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. സർക്കാർ തലത്തിൽ അത് നടപ്പാക്കുന്നുണ്ട്. എന്നാൽ രോഗികൾക്ക് കൂട്ടിരിക്കുന്ന ആളുകൾക്ക് സർക്കാർ ഭക്ഷണം നൽകുന്നില്ല. സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയെത്തുന്ന ആളുകളാവട്ടെ താരതമ്യേന സാമ്പത്തിക വരുമാനം കുറഞ്ഞ ആളുകൾ തന്നെ ആയിരിക്കണം. അപ്പോൾ വീട്ടിൽ നിന്ന് ഒരാൾ ആശുപത്രിയിൽ കിടക്കുന്നുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് ഭക്ഷണം വാങ്ങിക്കുന്നതിനോ കൂട്ടിരിക്കുന്ന ഒരാൾക്ക് ഭക്ഷണം വാങ്ങിക്കുന്നതിനോ അല്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ പോയി അത് കൊണ്ടുവരുന്നതിനോ എല്ലാമുള്ള പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ കണക്കിലെടുക്കുമ്പോൾ തീർച്ചയായും അത്തരക്കാരുടെ ഇത്തരം ഭക്ഷണ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് പല സന്നദ്ധ സംഘടനകളും ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ആശുപത്രികളിൽ, സർക്കാർ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലുമെല്ലാം രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് ഭക്ഷണം നൽകുന്ന ഒരു പരിപാടി ആരംഭിച്ചത്, പൊതിച്ചോറ് നൽകുന്ന പരിപാടി. ഇത് DYFI ആണ് ആദ്യം നൽകിയത് എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. പലയിടങ്ങളിലും അത് ഊഴം വെച്ച് അവർ ഭംഗിയായി നടത്തുന്നു. മിക്കവാറും ഓരോരോ വീടുകളിൽ നിന്നും ദിവസം ഒരു പൊതിച്ചോറെങ്കിലും വാങ്ങിയിട്ട് പല വീടുകളിൽ നിന്നും വാങ്ങിക്കുന്ന ഈ പൊതിച്ചോറ് അവർ ഒരുമിച്ച് വാങ്ങിയിട്ട് പല ആശുപത്രികളിലായി രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് കൊടുക്കുന്ന ഒരു രീതിയാണ് കണ്ടത്. ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ ഇത് പാടെ നിഷേധിക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിമറിഞ്ഞു. അതിന് അദ്ദേഹം നൽകിയ വിശദീകരണം, ആശുപത്രികളിലെ കോമ്പൗണ്ടുകൾ കയ്യേറി അവിടെ വലിയ ബാനറുകൾ വലിച്ചു കെട്ടി ജീവകാരുണ്യ പ്രവർത്തനം എന്ന രീതിയിൽ ആളുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ വഴി മുടക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സമ്മതിക്കില്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ പൊതിച്ചോറ് കൊടുക്കുന്നത് വലിയൊരു വിവാദമാക്കേണ്ടതില്ല എന്ന് തന്നെയാണ് പാർട്ടിക്കുള്ളിൽ നിന്നും കെ മുരളീധരന് കിട്ടിയ നിർദ്ദേശം എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. കാരണം വിശക്കുന്നവൻ്റെ അവകാശമാണ് ഭക്ഷണം. അത് വാങ്ങിക്കഴിക്കാൻ, പണം കൊടുത്ത് വാങ്ങിക്കഴിക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. അത് ഏത് സംഘടന ചെയ്താലും ജീവകാരുണ്യ പ്രവർത്തനം തന്നെയാണ്. അത് തടയാൻ ആർക്കും അവകാശമില്ല, സ്വാതന്ത്ര്യമില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. എന്നാൽ മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ സർക്കാർ ആശുപത്രികൾ പോലുള്ള ഇടങ്ങളിൽ രോഗികളെയും കൊണ്ടുവരുന്ന ആംബുലൻസുകൾക്കോ അല്ല എന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന രോഗികൾക്കോ അല്ലെങ്കിൽ രോഗികളുമായി വരുന്ന ആളുകൾക്കോ അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടയുന്ന തരത്തിൽ ആരെങ്കിലും അനധികൃതമായി ആശുപത്രി കോമ്പൗണ്ടുകൾ കയ്യേറിയാണ് ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതെങ്കിൽ തീർച്ചയായും അതിൽ കൃത്യമായ നടപടിക്രമങ്ങൾ ആവശ്യമാണ്. എന്നാൽ ഒരു കാരണവശാലും ഈ ഭക്ഷണം കൊടുക്കുന്ന ഏർപ്പാട് നിർത്തലാക്കാൻ പാടില്ല. മുരളീധരൻ ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെതായ ഒരു പ്രസ്താവന വന്നിട്ടുണ്ടായിരുന്നു. ബഹുമാന്യനായ മന്ത്രി പറഞ്ഞത്, ഭക്ഷണം കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല, ആശുപത്രികളിൽ സ്ഥലം കയ്യേറി ഇതുപോലെ സഞ്ചാര സ്വാതന്ത്ര്യം മുടക്കിയുള്ള ഏർപ്പാട് ഒരു കാരണവശാലും അനുവദനീയമല്ല എന്നേ പറഞ്ഞുള്ളൂ. ഭക്ഷണം ആർക്ക് വേണമെങ്കിലും കൊടുക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു. മറ്റൊരു കാര്യം കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി. ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തമുണ്ടായപ്പോൾ നൂറുകണക്കിന് ആളുകൾ മണ്ണിനടിയിൽ ഉരുൾപൊട്ടലിൽ പുതഞ്ഞു കിടക്കുന്ന സമയത്ത് അവിടെ എത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും സന്നദ്ധ പ്രവർത്തനങ്ങൾക്കുമെല്ലാം ഭക്ഷണം കൊടുക്കുക, അതായത് സർവസ്വം നഷ്ടപ്പെട്ട് ബന്ധുക്കളെയും ഉറ്റവരെയും തിരഞ്ഞെടുക്കുന്ന നാട്ടുകാർക്കും അതുപോലെ തന്നെ ഒരു ദുരന്തത്തിൽ വെട്ടിവിറങ്ങലിച്ച് നിൽക്കുന്ന ഗ്രാമത്തിലേക്ക് ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി എത്തുന്ന സന്നദ്ധ ഭടന്മാർക്കും പോലീസിനും ഉൾപ്പെടെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ പാചകം ചെയ്ത് നൽകുന്ന ഒരു പദ്ധതി അവിടെ ഉണ്ടായിരുന്നു. അതായത് മുസ്ലിം ലീഗിൻ്റെ, യൂത്ത് ലീഗിൻ്റെ വിങ്ങിൻ്റെ ഒരു വൈറ്റ് ഗാർഡ് എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ, ഈ വൈറ്റ് ഗാർഡ് ഓർഗനൈസേഷൻ അവിടെ ഭക്ഷണം പാചകം ചെയ്ത് നൽകുന്ന ഒരു പരിപാടിയായിരുന്നു. ഏതാണ്ട് 1.5 ആഴ്ചക്കാലം സ്തുത്യർഹമായ രീതിയിൽ തന്നെയാണ് അവർ ആ പരിപാടി കൊണ്ടുപോയത്. നല്ല നിലവാരമുള്ള ഭക്ഷണം, അതായത് മോഡേൺ ബ്രെഡോ അല്ലെങ്കിൽ ഉണങ്ങിക്കരിഞ്ഞ പാളയംകുടം പഴമോ റോബസ്റ്റ് പഴമോ എന്നും മാത്രമല്ല അവർ അതെല്ലാം വിതരണം ചെയ്തിരുന്നത്. എന്തിന്, ബിരിയാണി വരെ അവർ നല്ല രീതിയിൽ ഉണ്ടാക്കി ഭക്ഷണം അവിടെ വിതരണം ചെയ്യുകയുണ്ടായി. അത് ഇത്ര ആളുകൾക്കെന്നില്ല, അവിടെ വരുന്ന എല്ലാ ആളുകൾക്കും ഏതാണ്ട് ആയിരക്കണക്കിന് ആളുകൾക്കാണ് ദിനം പ്രതി അവർ 3 നേരവും ഭക്ഷണം വെച്ച് വിളമ്പിയിരുന്നത്.
ഇത് അന്നത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ഇതിലൊരു അപകടം തിരിച്ചറിഞ്ഞു. കാരണം 3.0 ആവർത്തിച്ച് തുടർഭരണത്തിലേക്ക് എത്താൻ വേണ്ടി കാത്തിരിക്കുന്ന പിണറായി വിജയൻ മുസ്ലിം ലീഗിൻ്റെ യൂത്ത് വിങ്ങിൻ്റെ പ്രവർത്തകർ ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ തീർച്ചയായും അത് ഇടതുപക്ഷത്തിന് വലിയ മേൽക്കൈ നഷ്ടമാക്കിയേക്കാം എന്ന് കണക്കാക്കിക്കൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ വൈറ്റ് ഗാർഡിൻ്റെ ആ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നിർത്തലാക്കി അവരെ വയനാട്ടിൽ നിന്നും പടിയിറക്കുന്ന കാഴ്ചയാണ് കണ്ടത്. എന്നാൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും ഇവിടെ ഞങ്ങൾ ചെയ്യില്ല എന്ന് കെ മുരളീധരൻ പറഞ്ഞു. ഇത് തന്നെയായിരുന്നു ശബരിമലയിലും അതുപോലെ ഇടുക്കി ഉരുൾപൊട്ടലുണ്ടായപ്പോഴെല്ലാം പിണറായി വിജയൻ്റെ നടപടി. സേവാഭാരതിയുടെ സന്നദ്ധ പ്രവർത്തകർ ഇടുക്കിയിൽ ഉരുൾപൊട്ടലുണ്ടായിരുന്ന പ്രദേശത്ത് സേവാഭാരതിയുടെ ആംബുലൻസ് അടക്കം സന്നദ്ധ പ്രവർത്തകർ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരെ ആ പരിസരത്തേക്ക് കടക്കാൻ പോലും പിണറായി വിജയൻ അനുവദിച്ചില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ്. കാരണം മറ്റേതെങ്കിലും രാഷ്ട്രീയ സംഘടനകളുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ സംഘടനകളോട് ആഭിമുഖ്യം പുലർത്തുന്ന സംഘടനകൾ സന്നദ്ധ സേവന രംഗത്തോ അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനത്തോ ഇറങ്ങുമ്പോൾ അത് ഇടതുപക്ഷത്തിന് ഭരണപക്ഷത്തിന് വലിയ തിരിച്ചടിയാകുമെന്ന് കണ്ടറിഞ്ഞ പിണറായി വിജയൻ അതെല്ലാം മുടക്കുകയായിരുന്നു. എന്തിന് കാനനക്ഷേത്രമായ ശബരിമലയിൽ കെട്ടുനിറച്ചെത്തുന്ന ആളുകൾക്ക് കുടിവെള്ളവും അതുപോലെ തന്നെ ഭക്ഷണവും കൃത്യമായി നൽകിക്കൊണ്ടിരുന്ന വർഷങ്ങളായി നൽകിക്കൊണ്ടിരുന്ന അയ്യപ്പ സേവാ സംഘത്തിൻ്റെ പ്രവർത്തനം പോലും ശബരിമലയിൽ ഇനി വേണ്ട, അവർ സൗജന്യമായി നൽകുന്ന അന്നദാനം വരെ മുടക്കുന്ന രീതിയിലേക്ക് പിണറായി വിജയൻ്റെ സർക്കാരിൻ്റെ നടപടികൾ കടന്നു ചെല്ലുകയുണ്ടായി. എന്നിട്ട് സർക്കാർ തലത്തിൽ അവിടെ എന്ത് ചെയ്തു എന്നുള്ളതാണ് എടുത്ത് പറയേണ്ട വസ്തുത. അപ്പോൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എവിടെയെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതിന് കൊടിയുടെയോ രാഷ്ട്രീയത്തിൻ്റെയോ മാനം കൊടുക്കാൻ പാടില്ല. വിശക്കുന്നവന് ഭക്ഷണം എന്നുള്ളത് അത് അവൻ്റെ അവകാശമാണ്. വാങ്ങിക്കഴിക്കാൻ പണമില്ലാത്തതിൻ്റെ പേരിൽ ഒരാൾ പട്ടിണി കിടന്ന് മരിക്കുക എന്നുള്ളത് ഒരു സംസ്കൃത സമൂഹത്തിന് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. അപ്പോൾ ഏതെങ്കിലും ജീവകാരുണ്യ സംഘടനകൾ, അതായത് CPM-ൻ്റേതോ മുസ്ലിം ലീഗിൻ്റേതോ കോൺഗ്രസിൻ്റേതോ BJP-യുടേതോ ആരുടേതോ ആവട്ടെ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ശ്ലാഘനീയം തന്നെയാണ്. വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ പാർപ്പിടമില്ലാത്തവന് പാർപ്പിടം കെട്ടിക്കൊടുക്കുക, വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി പണമില്ലാതെ പഠിക്കാൻ കഴിയാത്ത വിദ്യാർത്ഥികൾക്ക് പഠന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, ഇതെല്ലാം അടിസ്ഥാന സൗകര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അത് ആരെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവരിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് വോട്ട് കുറയും, മറ്റുള്ളവർക്ക് വോട്ട് പോകും എന്നുള്ള ഒരു ധാരണയോടുകൂടി പെരുമാറുന്ന രീതി ആര് ചെയ്താലും ശരിയല്ല. അത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വളരെ വ്യാപകമായി കണ്ടതാണ്. എന്നാൽ ഇപ്പോൾ DYFIയുടെ ഈ പൊതിച്ചോറ് നിരോധിക്കുന്നതിൽ അല്ലെങ്കിൽ പൊതിച്ചോറ് നിരോധിക്കും എന്ന തരത്തിലേക്കുള്ള രീതിയിൽ ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ ആദ്യം കൈക്കൊണ്ട നടപടികളിലും ഒരു കാരണവശാലും ഔചിത്യമില്ല, അത് ചോദ്യം ചെയ്യേണ്ടത് തന്നെയാണ്. എന്നാൽ ഇപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ തൻ്റെ ആ നിലപാടിൽ നിന്നും മലക്കം പറഞ്ഞിട്ടുണ്ട്. പൊതിച്ചോറ് കൊടുക്കുന്നതിനോട് തങ്ങൾക്ക് യാതൊരു തരത്തിലും നീരസമില്ല, പക്ഷേ ആശുപത്രിയുടെ കോമ്പൗണ്ടുകൾ കയ്യേറി വലിയ ബാനറുകൾ വലിച്ചു കെട്ടി അത്തരം പ്രവർത്തനങ്ങൾ മറ്റുള്ളവരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടയുമെന്നുണ്ടെങ്കിൽ അത് അനുവദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് എന്നാണ് മന്ത്രി മലക്കം പറഞ്ഞുകൊണ്ട് സംസാരിച്ചത്. എന്തായാലും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ആരും നടത്തുന്നുണ്ടെങ്കിലും കൊടിയുടെയോ രാഷ്ട്രീയത്തിൻ്റെയോ നിറം നോക്കി അത് വിലക്കാൻ പാടില്ല, അതുകൊണ്ട് മാത്രം പ്രോത്സാഹിപ്പിക്കപ്പെടാനും പാടില്ല. എല്ലാ ആളുകൾക്കും ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യാനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. എല്ലാവർക്കും ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഫലമായി ആശ്വാസം ലഭിക്കാനും അത് അർഹിക്കുന്ന ആളുകൾക്ക് കിട്ടുവാനുമുള്ള അർഹതയും അവകാശമെല്ലാം ഉണ്ട്. അതാരും തടയാൻ പാടില്ല, അതിന് രാഷ്ട്രീയത്തിൻ്റെയോ കൊടിയുടെയോ നിറം നോക്കാനും പാടില്ല എന്ന് തന്നെയാണ് ഒരു മാധ്യമം എന്ന രീതിയിൽ ഞങ്ങളുടെയും അഭിപ്രായം.